കളിപ്പാട്ടമാണോ എന്ന് ചോദിച്ചാൽ കളിപ്പാട്ടമാണ്. എന്നാൽ കളിപ്പാട്ടം മാത്രമാണോ എന്ന് ചോദിച്ചാൽ കളിപ്പാട്ടം മാത്രമല്ല താനും. എന്താ സംഭവം എന്ന് പിടികിട്ടിയോ? ഞായറാഴ്ച വന്ന് കടങ്കഥ ചോദിച്ച് കളിക്കുകയൊന്നുമല്ല. അതിദേവിൻ്റെ റുബിക് ക്യൂബ് അഭ്യാസങ്ങൾ, പ്രകടനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട് പറഞ്ഞു പോയതാണ്. ചിലർക്കിത് കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് സോൾവ് ചെയ്യും, ചിലത് കയ്യിൽ കിട്ടിയാൽ പൊതിയാത്ത തേങ്ങ പോലെ മാറ്റിവെക്കും. ഇത് ചിലരെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, എന്നെ കൂടി ഉദ്ദേശിച്ചാണ്. എന്തായാലും നമുക്ക് ഈ റുബിക് ക്യൂബിൻ്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ ഒന്ന് കണ്ടുവരാം. ആയിരത്തി 1974 ഹംഗറിക്കാരനായ എർണോ റൂബിക്കാണ് ഈ കളിപ്പാട്ടം നിർമ്മിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അന്ന് അദ്ദേഹം ഇതിന് മാജിക് ക്യൂബ് എന്ന പേര് നൽകി. 1980-കൾക്ക് ശേഷമാണ് ക്യൂബ് എന്ന ഈ ഉൽപ്പന്നം ഹംഗറിക്ക് പുറത്തേക്ക് അറിയപ്പെടാൻ തുടങ്ങിയത്. വിനോദത്തിനൊപ്പം ഏകാഗ്രതയും ഓർമ്മശക്തിയും ക്ഷമയും വർദ്ധിപ്പിക്കാൻ ലോകമാകമാനം ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് റുബിക്സ് ക്യൂബ് ഉപയോഗിക്കുന്നത്. ക്യൂബുകളുടെ വിപണനം 350 മില്യണിലേറെ കടന്നു കഴിഞ്ഞു. ഇതിനിടെ നിരവധി തവണ ടോയ് ഓഫ് ദി ഇയർ പുരസ്കാരവും റുബിക്സ് ക്യൂബ് നേടി. 3 സെക്കൻഡാണ് നിലവിലെ റുബിക്സ് ക്യൂബ് റെക്കോർഡ്. ശാസ്ത്രം, ഗണിതം, എഞ്ചിനീയറിംഗ് പശ്ചാത്തലമുള്ളവരെ ഈ ക്യൂബ് ആകർഷിക്കുമെന്ന് എർണോ റൂബിക് ആദ്യം കരുതി. എന്നാൽ ഒരിക്കലും ഇതിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് കരുതിയിട്ടില്ലാത്ത ആളുകളിലേക്ക് ക്യൂബ് എത്തിപ്പെട്ടപ്പോൾ എർണോ റൂബിക് തന്നെ ഞെട്ടി. ഗണിതശാസ്ത്ര ആശയങ്ങൾ പഠിപ്പിക്കുന്നതിനായി ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങളിൽ ഒന്നായാണ് ആ മേഖലയിലെ വിദഗ്ധർ റുബിക്സ് ക്യൂബിനെ കാണുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലും ക്യൂബിൽ അത്ഭുതകരമായ വിദ്യകൾ കാണിക്കുന്ന ആളുകളുണ്ട്. അക്കൂട്ടത്തിലെ ഒരു കൊച്ചുമിടുക്കനാണ് തൃശ്ശൂർ മുക്കാട്ടുകര സ്വദേശിയായ ആദിദേവ്. കണ്ണടച്ചിട്ടും ബാക്കിൽ വെച്ച് ചെയ്തിട്ട് അതൊക്കെ ചെയ്തു. മുമ്പിൽ വെച്ചിട്ടും ബാക്കിൽ വെച്ചിട്ടും തലേൻ്റെ മുകളിൽ വെച്ചിട്ടും ചെയ്യും. വെള്ളത്തിൽ തല മുക്കിയിട്ട് പിന്നെ ഈ റുബിക്സ് ക്യൂബ് സോൾവ് ആക്കും. മണിക്കൂറുകളോളം കുത്തിയിരുന്ന് ക്യൂബ് സമസ്യയ്ക്ക് പരിഹാരം കാണാൻ ബഹുഭൂരിപക്ഷവും വിയർക്കുമ്പോൾ കണ്ണുകെട്ടിയും വെള്ളത്തിൽ തല മുക്കിപ്പിടിച്ചുമൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ റുബിക്സ് ക്യൂബ് ശരിയാക്കുന്നത് ആദിദേവിൻ്റെ വിനോദങ്ങളിൽ ചിലത് മാത്രം. യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ പഠിക്കാൻ തോന്നി. പിന്നെ ചുമരുമ്മ മറ്റേ പേപ്പർ വെച്ചിട്ട് ഇക്വേഷൻസ് എഴുതി പഠിച്ചു. ആദ്യം ഞാൻ വല്ല ഷോർട്സൊക്കെ കാണും, പിന്നെ റുബിക്സ് ക്യൂബിൻ്റെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ റുബിക്സ് ക്യൂബിൻ്റെ കണ്ട് റുബിക്സ് ക്യൂബ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ചെയ്തു. സ്പീഡായത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എന്നും രാത്രി ചെയ്യേ, അപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചു. 2ാം ക്ലാസ് മുതൽ സ്വയം പരിശീലനം നടത്തിയ ആദിദേവിന് ഇതൊക്കെ നിസ്സാരമായ കാര്യമാണ്. സെക്കൻഡുകൾ കൊണ്ട് അടുക്കി വെച്ചതുപോലെ പല റുബിക്സ് ക്യൂബുകളിലും വർണ്ണങ്ങൾ ഒരുപോലെയാക്കാൻ കഴിവുള്ള മിടുക്കനാണ് ആദിദേവ്. അപ്പോൾ മോന് ചെറുപ്പത്തിൽ ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി ഇവൻ ഇതിങ്ങനെ ചോദിക്കുകയായിരുന്നു. ആൾ യൂട്യൂബിലൊക്കെ എപ്പോഴും ഫോൺ കണ്ടിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് ഈ ക്യൂബ് ഒരു ദിവസം വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞ് ഞാനത് വാങ്ങിച്ചു കൊടുത്ത്. പക്ഷെ അത് ചെയ്യാൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കിത് അറിയില്ല, ഇപ്പോഴും അറിയില്ല ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇവന് എന്താ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ആൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം. അതിൽ തന്നെയായിരിക്കും എപ്പോഴും. ഏത് കാര്യമാണെങ്കിലും അതിലിങ്ങനെ ഫുൾ ടൈം അതിൽ തന്നെ എൻഗേജ്ഡ് ആവും. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഇങ്ങനെ വല്ലാണ്ട് എൻഗേജ് കാണിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ അവൻ്റെ കേസിൽ. പക്ഷേ ഇത് പുള്ളി എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് ഇതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട് കുറച്ച്. അത് ഇവിടെ ചുമരുമൊക്കെ എഴുതിയിട്ട് വീട്ടിൽ നിറയെ ചുമരുമൊക്കെ നിറയെ ഇക്വേഷൻസ് ഉണ്ട്. അതാണ് ചെയ്ത് വന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തു. യൂട്യൂബ് വീഡിയോകൾ കണ്ട് മനസ്സിലാക്കിയും ചിട്ടയായ പരിശീലനം നടത്തിയുമാണ് ആദിദേവ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. തൃശ്ശൂർ മുക്കാട്ടുകര സെൻറ്റ് ജോർജസ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിദേവിന് മാതാപിതാക്കളായ പ്രബീഷും അശ്വതിയും ആദ്യഘട്ടത്തിൽ കാര്യമായ പിന്തുണ നൽകിയിരുന്നില്ല. ഇത് പറയുമ്പോൾ ഞാനിത് ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. കൊച്ചിത് ആരും ശ്രദ്ധിക്കാണ്ടായപ്പോൾ അവൻ തന്നെ യൂട്യൂബിൽ കണ്ട് അവൻ തന്നെ എഴുതി വെച്ച് അവൻ തന്നെ അങ്ങനെ ചെയ്ത് പഠിച്ചു. ഞങ്ങളങ്ങനെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ആയപ്പോൾ നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, ആ വീഡിയോ പോയതിന് ശേഷം മനസ്സിലായത്. ഇപ്പോൾ ഈ 2ാം ക്ലാസ് തൊട്ടിട്ട് അവൻ ഈ ക്യൂബ് വാങ്ങാൻ പറയും. നമ്മൾ ആൾ മേടിച്ച് കൊടുക്കും, പ്രാക്ടീസ് ചെയ്യും ഫുൾ ടൈം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവൻ്റെ ഹോബി എന്ന് പറയുന്നത്. ഇപ്പോൾ പലവട്ടം ചീത്ത എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ചീത്ത കേൾക്കും ആൾക്ക്. കാരണം പഠിപ്പ് എന്നുള്ള സംഭവമല്ല, സ്കൂളിൽ പോവുകയാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഈ ഒരു ഇതന്നെ മാത്രമാണ് ഫുൾ ടൈം കയ്യിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിരന്തരമായ പരിശീലനത്തിലൂടെ ആദി
ഈ മേഖലയിലെ ഒരു വിദഗ്ധനായി ഒരു പ്രത്യേക സൂത്രവാക്യത്തിൻ്റെ സഹായത്തോടെയാണ് വർണ്ണക്കട്ടകൾ ഒരേ നിറത്തിൽ ഇത്ര വേഗത്തിലാക്കുന്നത്. ഇത് പലർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ പതിവിൽ കവിഞ്ഞ വേഗതയാണ് ആദിദേവിൻ്റെ പ്രത്യേകത. ഈ ഫോൺ കാണുക എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഇക്വേഷൻസ് നോക്കലും അതെങ്ങനെയാണ് കറക്റ്റ് ആക്കുന്നതൊക്കെ നോക്കലായിരുന്നു അവൻ്റെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ പേപ്പർ എടുക്കുക, പാൻ എടുക്കുക, കുറേ വരച്ച് കോറിയിടും. അപ്പോൾ നമ്മൾ അത് കുറേയൊക്കെ കീറി കളയും. അങ്ങനെ ആയി. പിന്നെ ഒരു ദിവസം ചുമരും ഒട്ടിച്ചു തുടങ്ങി. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യലും നമ്മൾ തന്നെ നോക്കി ചെയ്താൽ പോലും ആ ഇക്വേഷൻസ് നമുക്ക് പോലും ചെയ്യാൻ പറ്റില്ല. ആദിദേവിൻ്റെ കരവിരുതിൽ പിറക്കുന്ന റുബിക്സ് ക്യൂബ് അത്ഭുതം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി അവസരങ്ങൾ ഈ മിടുക്കനെ തേടിയെത്തി. അനവധി പരിപാടികളിലും തത്സമയ സ്റ്റേജ് പ്രോഗ്രാമുകളിലും ആദി കഴിവുകൾ കാട്ടി സമൂഹത്തിൽ താരമായി. ക്യൂബുകൾ ക്രമീകരിക്കുന്നതിൽ പുതുമകൾ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി റുബിക്സ് ക്യൂബിൻ്റെ മുകളിൽ ചിത്രങ്ങൾ ഒട്ടിച്ചുകൊണ്ട് കണ്ണുകെട്ടിയുള്ള വേറിട്ട പരീക്ഷണവും നടത്തി ആദിദേവ് വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ചു. അവതരിപ്പിച്ച് അതന്ന് ആരോ യൂട്യൂബിൽ അവർ വീഡിയോ എടുത്തിട്ട് അവർ ഷെയർ ചെയ്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ട് നന്നായിട്ട് ഷെയർ കയറിപ്പോയി അത്. അപ്പോൾ ഈവൻ ഈ കണ്ണടച്ചിട്ടൊക്കെ അന്ന് അത് ചെയ്തത്. അന്നാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത് ഇത് ആളുകൾ പറഞ്ഞപ്പോഴാണ് കുറേ കമൻസ് വന്ന്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ പിറ്റേ ദിവസം ഒരാൾ വിളിച്ചിരുന്നു. അവരുടെ ഒരു ഫംഗ്ഷൻ ഇവിടെ ഗിരിജ തിയേറ്ററിൻ്റെ അവിടെ നടക്കുന്നുണ്ട്. ആ ഫംഗ്ഷന് മോൻ്റെ ഒരു പരിപാടി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അന്നാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കൊല്ലം ഞങ്ങൾ അപ്പോഴേക്കും ഇവന് ശ്രദ്ധിക്കാണ്ട് പോയി. അല്ലെങ്കിൽ അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്യണ്ടായിരുന്നു. ഈ പരിപാടി നടക്കുന്നത് ഒരു 4ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ്. അങ്ങനെ ഇവൻ ഈ പരിപാടി അവതരിപ്പിച്ച് പിന്നെ ആ പരിപാടി കണ്ടിട്ട് അതിലുണ്ടാകുന്ന ആളുകൾ വിളിച്ചിട്ട് അങ്ങനെ കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് വന്ന്. റൂബിക്സ് ക്യൂബിൽ വ്യത്യസ്തത തേടുന്നതിനിടെ സിനിമാ പോസ്റ്ററുകൾ ഒരുക്കിയതോടെ നടൻ ദുൽഖർ സൽമാൻ പോലും ആദിദേവിന് കയ്യടികളുമായി എത്തി. അങ്ങനെ ഫിലിം സ്റ്റാർസിൻ്റെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വൈറലായിരുന്നു. അന്നൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ കുറേ വ്ളോഗർമാർ യൂട്യൂബർമാരൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്ത്. പിന്നെ ഇപ്പോൾ ആൾ പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കണ്ണ് കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യും. ഇത് കാണണ്ട, ആ ഇക്വേഷൻ ആയതുകൊണ്ട് കാണാണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം അങ്ങനെ ഫേസ് ഇപ്പോൾ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ചേട്ടൻ്റെ റൂബിക്സ് ക്യൂബ് പരീക്ഷണങ്ങളും പരിശീലനങ്ങളുമൊക്കെ കൗതുകത്തോടെ മേൽനോട്ടം നടത്തി കുഞ്ഞനിയത്തി ഇമിയും ഒപ്പമുണ്ട്. സ്കൂളിലും ഹീറോയാണ് ഇപ്പോൾ ആദിദേവ്. ആദിയുടെ കഴിവിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ അത്ഭുതമാണ്. ഒഴിവു സമയങ്ങളിൽ ക്യൂബ് തൻ്റെ സുഹൃത്തുക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് 10 വയസ്സുകാരനായ ആദിദേവിൻ്റെ പ്രധാന വിനോദം. സ്കൂളിൽ ബിന്ദു ടീച്ചറും സുമ ടീച്ചറും എല്ലാവരും സപ്പോർട്ട്, ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ട്. അവർ പഠിക്കണമെന്ന് പറയാറുണ്ട്, പക്ഷെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്നില്ലേ. എനിക്ക് എന്തായിരുന്നു ഇക്വേഷൻസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വർക്ക് ചെയ്യുന്നതൊക്കെ തന്നെ നല്ല ചെയ്യുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്, നല്ല രസമാണ്. ആദിയുടെ ക്യൂബ് വിശേഷങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ക്യൂബ് നൽകുന്ന ചില സന്ദേശങ്ങൾ കൂടി പറഞ്ഞു നിർത്തുക. സങ്കീർണത, ലാളിത്യം, അനന്തമായ സാധ്യതകൾ എന്നീ സമാനതകൾ നോക്കിയാൽ ക്യൂബ് ജീവിതത്തിൻ്റെ തന്നെ ഒരു അനുകരണമാണ്. ചില പ്രശ്നങ്ങൾക്ക് വളരെയധികം ക്ഷമ ആവശ്യമാണെന്നും പലതും ശരിയാവാൻ പലതവണ വീണ്ടും ആരംഭിക്കേണ്ടി വന്നേക്കാമെന്നും റുബിക്സ് ക്യൂബ് പഠിപ്പിക്കുന്നു. അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്. ഒരു കുട്ടിയെ ആകർഷിക്കാൻ കഴിയുന്നത്ര ലളിതവും ഒരു പ്രതിഭയെ ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയുന്നത്ര സങ്കീർണവുമാണ് ക്യൂബും അതിനു ചുറ്റുമുള്ള ജീവിതവും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും പുതിയ അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.